ഭൗതിക പ്രകൃതി 3 ഗുണങ്ങളടങ്ങിയതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതേ ഗുണങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളിലും മനുഷ്യരിലും ഉണ്ട്. ഈ ഗുണങ്ങൾക്ക് മീതെ സനാതനമായിട്ടുള്ള ഒരു കാലമുണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഈ സത്വരജ തമോ ഗുണങ്ങളെക്കുറിച്ചൊന്നും സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗുണങ്ങളുടെ കൂടിച്ചേരലിൽ നിരന്തരമായിട്ടുള്ള കാലത്തിൻ്റെ നിയന്ത്രണത്തിൽ കർമ്മം എന്ന് വിളിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ സ്മരണാതീത കാലം മുതൽ തുടർന്നു വരുന്നവയാണ്. നാം സുഖമായോ ദുഃഖമായോ അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്. അല്ലാതെ ഈശ്വരന് അതിൽ പ്രത്യേകിച്ച് റോള് അല്ലെങ്കിൽ പങ്ക് ഇല്ല. അങ്ങനെ ഈശ്വരന് റോള് അല്ലെങ്കിൽ പങ്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു കച്ചവടക്കാരനായിരിക്കെ ആണെന്ന് വിചാരിക്കുക. കഠിനമായിട്ടുള്ള അധ്വാനവും എൻ്റെ ബുദ്ധി വൈഭവവും കൊണ്ട് ഞാൻ ഒരു സമ്പന്നനായിട്ട് തീരുവാൻ എനിക്ക് സാധിച്ചാൽ എനിക്കെൻ്റെ ജീവിതത്തിനെ ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ വ്യവസായത്തിൽ എനിക്ക് പണമെല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ ദുഃഖം അനുഭവിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ കർമ്മഫലങ്ങൾ തന്നെയാണ്. സുഖമായാലും ദുഃഖമായാലും ഇതിനെയാണ് കർമ്മം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യണം, ചീത്ത കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. ഹരേ കൃഷ്ണ.